ഹായ് ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു സൺഡേ, അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് ഫുഡൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് നല്ല ചോറും മീൻകറിയും പൊരിച്ചൊക്കെ കൂടി ഫുഡൊക്കെ കഴിഞ്ഞു. ഇനി വൈകുന്നേരം ഞങ്ങൾ ഇതാ പോകുന്നു. ഹലോ ഹായ്. എന്തായാലും വി ഐ പി എന്നാ വിചാരം, ഹായ് എന്നെല്ലാം വന്ന് പറയുന്നത് ഞാൻ തന്നെ മതിയിട്ടാണ്. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ദേറ സിറ്റി സെന്ററിൽ പോവാണ്. റൂമിൽ നിന്ന് കുറച്ച് അടുത്താണ്, ഒരു അരമണിക്കൂർ അത്രയേ ഉള്ളൂ ബസ്സിൽ. ഞാൻ ഇപ്പോൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നേരാണ് ഇൻട്രോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ പോയി കുഞ്ഞു കുഞ്ഞു പർച്ചേസ് അവിടെ ഇവിടെയൊക്കെ കയറി എന്തൊക്കെ വാങ്ങാൻ പറ്റും വാങ്ങാൻ പറ്റൂല എന്നുള്ള പർച്ചേസൊക്കെ നോക്കി അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങണം. പിന്നെ ഞാൻ നാട്ടിൽ പോകാനുള്ള ചെറിയ പ്ലാനിങ് ഉണ്ട്. അപ്പം ഇന്ന് പർച്ചേസ് ചെയ്യുമ്പം അതിനെന്തെങ്കിലും എടുക്കാൻ പറ്റുമോ എന്നും കൂടി നോക്കണം കേട്ടോ. അപ്പം അങ്ങനെയുള്ള പരിപാടിക്കൊക്കെയാണ് ഇനി നമ്മൾ പോകുന്നത്. ഇനിയിപ്പം അവിടെ എത്തിയിട്ട് കാണാം. പിന്നെ എനിക്ക് അവിടെ എത്തിയാൽ എനിക്കെന്തോ സ്പെഷ്യൽ ഷോർട്സ് എടുക്കാൻ വേണ്ടി സ്പെഷ്യൽ എന്തോ വാങ്ങിത്തരുമെന്ന് പറഞ്ഞ്, അത് വാങ്ങിത്തരൂലേ? ആ ചിരിയിലുണ്ട് വാങ്ങിത്തരുമോ ഇല്ലേ എന്നുള്ളത്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഫൈനലി നമ്മൾ സിറ്റി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇനി ഉള്ളിൽ നേരെ പോകണം. എന്നെ കൂട്ടാണ്ട് ഫർ പോകുന്നതുണ്ടോ? നടന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിൽ കയറിയപ്പം ഇവിടെ ഒരു ലൈഫ് ഫാർമസി ഉണ്ട് കേട്ടോ. ആ ലൈഫ് ഫാർമസിയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ഡ്രിങ്കാണ്. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഇതാക്കി നോക്കിയതാണ്. സൺസ്ക്രീന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറിയതായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ അവരെ ഹെൽത്തി ഡ്രിങ്ക് പറഞ്ഞിട്ട് തന്നതാണ്. നമ്മുടെ ഫാർമസി പോയാൽ നമുക്ക് മെഡിസിൻ കിട്ടും, ഇവിടെ കുടിക്കാൻ എനർജിക്ക് വെള്ളവും കിട്ടും. അങ്ങനെ അത് വാങ്ങി കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. ടാങ്ക് കുടിക്കുന്ന പോലെ ഉണ്ട്, പക്ഷേ ഒരു തരിപ്പ് കുടിക്കുന്ന സമയത്ത്. ഇനിയിപ്പം ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് വേറെ എടുത്ത് പോകണം. അവിടെ നിന്നൊന്നും വാങ്ങിയില്ല, ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു. സൺഡേ ഫൺഡേ ഓഫർ അതൊന്നും എല്ലാവരുടെയും ഓഫർ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഡൺകിൻസ് അല്ലേ, ആ കടയിൽ കയറിയപ്പോൾ എന്ന് വെച്ചാൽ കഫേയിൽ സ്പിൻ ആൻഡ് വിൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് 6 ഡോണറ്റ്സിൻ്റെയും പിന്നെ വേറെ എന്തോ ഒരു കോഫി ടൈപ്പ് എന്തോ ഒരു സാധനം ഉണ്ട്. അതും ഇവർക്ക് സ്പിൻ ആൻഡ് വിന്നിലുള്ളതാണ്. അപ്പം ഞാനൊന്ന് സ്പിന്നിങ് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. What I want. Thank you. Buy one get one tiramisu and buy 6 get 6 donuts. ഏത് വണ്ടിക്കിലും എടുക്കാന്ന് പറയുന്നത്. അവിടെ കയറി നമ്മൾ സ്പിൻ ആൻഡ് വിന്നിൽ കയറി, പക്ഷെ ഒന്നും എടുത്തില്ല. വെറുതെ പറ്റിക്കുന്നതാണ് കേട്ടോ അവര്. പറ്റിക്കുന്നതെന്നല്ല, അതായത് 26 ദിറംസിൻ്റെ സാധനം 22 ദിറംസ്, അത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അങ്ങനെയുള്ള ഇതിലാണ് തന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ അല്ലേ ശരി, കളിച്ച് കഴിഞ്ഞപ്പോൾ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി അവിടുന്ന്. ഇനി നമ്മളെ ശരിക്കുള്ള പർച്ചേസ് തുടങ്ങണം കേട്ടോ. ഇവിടെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത്രയും ക്രൗഡ് ഉണ്ട്. വീഡിയോ എടുക്കുമ്പോഴേക്കും അരങ്കം വരും. അപ്പം പിന്നെ വീഡിയോ അതുപോലെ തന്നെ താഴത്ത് വെക്കും. സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അതുണ്ടാവില്ലേ. അപ്പം ഇനി നമ്മൾ അടുത്ത പർച്ചേസിനേക്ക് കയറാം കേട്ടോ. അങ്ങനെ നമ്മുടെ ജി ഷോക്കിൻ്റെ ഷോറൂമിലേക്ക് എത്തിയിട്ടുള്ള ഒരുപാട് അടിപൊളി വാച്ചസ് ഉണ്ട് കേട്ടോ. എനിക്ക് കൂട്ടത്തിൽ ഇഷ്ടമായത് ഈ പച്ച. കുറേ ആയി ഫർ വാച്ച് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. എവിടെ പോയാലും മൂപ്പർക്കൊന്നും ഇഷ്ടമാവുന്നില്ല. എന്താണെന്നറിയില്ല, ഇത്രയും കളക്ഷൻ ഉണ്ടായിട്ട് കണ്ണിന് പിടിക്കാത്തത് എന്താ ഈ കുട്ടിക്ക് പ്രശ്നമൊന്നും എനിക്കിതുവരെയായിട്ടും തീർന്നിട്ടില്ല. ഇതാണോ? ഇരുമ്പെങ്ങാനും പടിത പോലെ ഉണ്ട്, പക്ഷെ രസമുണ്ട്. വലിയ കാര്യം പോലെ എന്തെല്ലോ ചോദിക്കുന്നുണ്ട്, പക്ഷെ ഇത് വാങ്ങൂല എന്ന് എനിക്കറിയാം. കാരണം മൂപ്പർക്ക് ഒട്ടുമിക്ക സാധനങ്ങളൊന്നും പിടിക്കൂല. ഞാൻ തെറ്റിദ്ധരിച്ചു ഗൈസ്, ഇത് നോക്കുന്നത് ലേഡീസ് വാച്ചാണ്. പാവം, ഞാൻ തെറ്റിദ്ധരിച്ചു. ഓളെ കൊണ്ട് ലോക്കറിലെന്ത് ഉറപ്പിച്ചിട്ട് ഇനി എടുത്തിട്ടില്ലെങ്കിൽ ആയിരിക്കും സ്വഭാവം മാറാൻ. സാറ് വാച്ച് വാങ്ങാൻ വന്നിട്ട് ഞാൻ മിക്കവാറും വാച്ച് എടുക്കുന്ന പരിപാടിയാണ്. ഈ വാച്ച് എങ്ങനെയുണ്ട് കാണാൻ? ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ ഫറുവിനെ കഴിയുള്ളൂ, ഞാൻ പിന്നെ ശ്രദ്ധിക്കില്ല. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ പോലെ എനിക്ക് ആയിരിക്കല്ലോ. ഇല്ല, കാണാൻ മൊഞ്ചുണ്ട്, പക്ഷെ എൻ്റെ കൈമേലിട്ടിട്ട് കുറച്ചും കൂടി മൊഞ്ച് തോന്നുന്നു. വാച്ച് തിളങ്ങുന്നു ക്യാമറയിൽ, കിളിങ്ങിലെന്നാണ്. അതിനും കിട്ടില്ല എൻ്റെ വാച്ച് ഇത് ഇവിടെ കിടക്കുന്നു. എൻ്റെ വാച്ചിനെ പുച്ഛ. എനിക്ക് എൻ്റെ വാച്ച് ഇതാണ് എനിക്ക് കിട്ടാൻ മൊഞ്ചുണ്ടാവാറ്. പാക്മാനിലാരും ഇന്ന് കൈവശം തന്ന പോലെ ഉണ്ടല്ലോ നിങ്ങൾക്ക്. ഏത് ഗെയിമിന്?
പുതിയ വേറെ ഏതോ ടൈപ്പ് വാച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എവിടെയും കിട്ടാത്തൊരു സാധനം ഇത് നിങ്ങൾ പറഞ്ഞത് ഇത്ര സമയം? ഇതിൽ വേൾഡ് ടൈം ഉണ്ട്. ഇതാണ്, പക്ഷേ ഇതിൻ്റെ മറ്റേ ബ്രൗൺ സ്ട്രാപ്പാണ് വേണ്ടത്. കറുപ്പെന്തോ ഒരു മൊഞ്ചില്ലാതെ പോലെ, ഇതല്ലേ കറുപ്പിനൊരു സ്റ്റാൻഡേർഡ് പറഞ്ഞതുപോലെ ഒരു ഫീൽ. കാണിക്ക്, കൈ കാണിക്ക്. വേൾഡ് ടൈം ഉണ്ട് എന്നാ പറഞ്ഞ. അതിനെക്കാട്ടി കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ഇട്ടതാ പോലെ എനിക്കൊരു തോന്നല്. എനിക്കിതാ ഇഷ്ടമായത്. നിങ്ങൾക്ക് ഇതിൽ തന്നെ ഏതാ ഇഷ്ടമായെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യും. ഫറൂന് ഏതാ ഇതായിരിക്കും പാക്മാൻ? ഇതോ? നിങ്ങൾ ഒന്ന് കാണുമ്പോൾ ഒന്ന് കാണുമ്പോൾ ഒന്ന് കളിക്കരുത്. ഇതോ? പക്ഷെ എനിക്കെന്തോ ഇതാ ഇഷ്ടം. ഫറൂന് വാച്ച് വാങ്ങാൻ വന്നിട്ട് ഞാൻ വാച്ച് വാങ്ങി. സങ്കടമുണ്ടോ ഞാൻ വാങ്ങിയതിന്? ആ എക്സ്പ്രഷൻ നോക്കും. അപ്പം നമുക്കിത് പാക്ക് ചെയ്യാൻ കൊടുക്കാം. കൺഫേംഡ്. അതെന്ത് ചെയ്യുന്നതിന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന്? ബാക്കിയെല്ലാം എടുത്ത് വെക്കുന്നത് തുടച്ചിട്ടൊക്കെ. എൻ്റെ പഴയത് അല്ല, പുതിയത് വാങ്ങിയപ്പോൾ എൻ്റെത് പഴയതായി. എന്താ പറഞ്ഞ പഴയതെന്നല്ല, നിങ്ങളെന്താ പറഞ്ഞത്? കെട്ടത്. പാവം, എൻ്റെ നല്ല വാച്ചാണ്, ഒന്നും ആയിട്ടില്ല. ആ വാച്ചിന് എന്തെല്ലോ സെറ്റ് ചെയ്ത് വെക്കുന്നു. സൈസ് ഐ നീഡ് ടു മേക്ക് ഇറ്റ് ഷോർട്ട്. നമ്മളങ്ങനെ നമ്മളെ വാച്ചൊക്കെ വാങ്ങി. ഇനിയിപ്പം ഫസ്റ്റ് പർച്ചേസ് ഇസ് ഡൺ. ഇനിയിപ്പം അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അടുത്ത ഇനി എന്താ വാങ്ങുക? അങ്ങനെ പ്രത്യേകം തീരുമാനമൊന്നും എടുത്തിട്ട് വന്നതൊന്നുമല്ല. എവിടെയെങ്കിലും കണ്ട് എവിടെയെങ്കിലും കയറും. അങ്ങനെ കുറച്ച് സാധനം റൂമിലേക്കൊക്കെ വാങ്ങണം. സോ അതെല്ലാം നോക്കണം ഇനി എന്തായാലും. ഇന്നിറങ്ങി നമ്മൾ വേറൊരു ഷോപ്പ് കയറി വരാം. ഇവിടെയും വാച്ച്. ഇവിടെ കണ്ടപ്പോൾ വേറൊരു വാച്ചല്ല, ബ്രേസ്ലെറ്റ് പോലെ ഉണ്ട്. ഇതാ തുറന്നതിന് നമുക്കിത് പൂട്ടിക്കഴിഞ്ഞാൽ തുറക്കാൻ പറ്റില്ല. തുറക്കാൻ പറ്റും. നല്ലൊരു രസമുണ്ട് കാണാൻ. വാച്ച് എന്ന് പറയില്ല, പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ബ്രേസ്ലെറ്റ് ടൈപ്പ്, പക്ഷെ അത് വാച്ചാണ്. രസമുണ്ട് കാണാൻ. പക്ഷെ എനിക്ക് ഈ കല്ലിന് എന്തോ ഒരു തിളക്കം കുറവ് പോലെ. ബാഗിൻ്റെ ചങ്ങല നമ്മൾ അതിലൂടെ പോകുമ്പോണ്ട് ഒരു ഇവിടുന്ന് ഐസ്ക്രീം വെച്ച് ബോൾ കളിക്കുന്നുണ്ടോ? കറക്റ്റ് ക്യാച്ചും പിടിച്ചിട്ടുണ്ട് ആള്. ഒന്ന് നിലത്ത് വീണ് പോയി. ഇത് രണ്ടാമത്തെ ട്രൈ ആയിരുന്നു. നടന്ന് നമ്മളങ്ങനെ ക്യാരിഫോർ എത്തിയപ്പോൾ ഇവിടെ ഒരു സംഭവം. എല്ലാ ക്യാരിഫോറിലില്ല, പക്ഷെ ചിലയിടത്ത്, അതായത് നമ്മളെ ഇലകളെല്ലാം ഭയങ്കര ഫ്രഷ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ചെയ്തു വെച്ചതാണ് ഇവരിവിടെ. ഇനി ഇവിടുന്ന് വെള്ളം എടുക്കണം, ഭയങ്കര ദാഹം. വെള്ളം വേണ്ടിയിട്ട് നടന്നപ്പോൾ ഇവിടെ റസ്കല്ല ബർക്കി, അതുപോലത്തെ ഒരു സാധനം. പക്ഷെ ഇത് വർക്കിയല്ല, നാട്ടിലെ വർക്കിയല്ല, വർക്കി തന്നെയല്ലേ പറയാം. പനിച്ച തിന്നുന്നൊരു സാധനമല്ലേ, റസ്കിൻ്റെ പോലത്തെ വട്ടമുള്ള അത്. ഇനി നമുക്ക് വെള്ളം എടുക്കണം. ഇവിടുന്ന് ഒരു ബോട്ടിൽ വെള്ളം കൂടി എടുക്കാം. ഇവിടുന്ന് ഷവർമ്മ കഴിക്കണം എന്ന് വെച്ച് ഫുഡ് കോർട്ടിൽ നിന്ന്. പക്ഷെ ഷവർമ്മക്ക് ഭയങ്കര തിരക്ക്, നല്ല ക്യൂ ഉണ്ട്. അതുകൊണ്ട് ഷവർമ്മ കഴിക്കുന്നില്ല. ഇനി നേരെ ഈ 2 സാധനം എടുത്ത് ബില്ലടിക്കാൻ വേണ്ടി ഓടിപ്പോയിട്ടുണ്ട്. ബില്ലടിച്ചിട്ട് നേരെ നമുക്ക് അടുത്ത എന്താ പറയുക ഷോപ്പിലേക്ക് പോവാം. ഇങ്ങനെ ഷോപ്പ് ചെയ്യാൻ ഭയങ്കര രസമാണ്, ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടുതലാണ്. ഇതിന് വെറും ഫീൽസ് എങ്ങാനേ ഉള്ളൂ ഈ സാധനത്തിന്. 75 ഫീൽസ് എങ്ങാനും. ഒരു സാധനം കണ്ടുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഒറ്റയൊന്ന് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. നിങ്ങളതെടുത്ത് കഴിക്കാം. ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ. ഇച്ചിരി മയത്തിലെല്ലാം കഴിക്കണ്ടേ. പുറമേ ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റ്. പക്ഷെ പപ്സിൻ്റെ ഇത് മധുരത്തിൻ്റെ ടേസ്റ്റ്. അതായത് പപ്സിൻ്റെ പുറമേ ഉള്ള ആ സംഭവം മധുരത്തിൻ്റെ ടേസ്റ്റ്, പിന്നെ മുന്തിരി എന്തോ സാധനമുണ്ട്. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. അനക്ക് ഓക്കെ ആയിട്ടുള്ള ടേസ്റ്റിങ്ങൊക്കെ. ഇതൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. എനിക്ക് ഓക്കെ ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു. രസമുണ്ട് പോലും, ഫുള്ള് തിന്നുന്നുണ്ട്. ഞാൻ അത് കണ്ടുകൊണ്ടൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. ഉള്ളിൽ ഇതാണ്ടോ മുന്തിരി ഉണ്ട്, നമ്മളെ കിസ്മിസ്. ഇനി എനിക്കൊരു പാസ്ത വാങ്ങണമായിരുന്നു. ഏതാ കമ്പനി എന്നൊന്നും അറിയില്ല, പക്ഷെ നമുക്കൊരു പാസ്ത വാങ്ങാം. ഞാനൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ആ റെസിപ്പി വീഡിയോ പെട്ടെന്ന് തന്നെ വരും ഉണ്ടാക്കി കഴിയുമ്പോഴേക്ക്. വെറൈറ്റി പാസ്ത ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുവാണ്. അപ്പം റെസിപ്പി എന്തായാലും വരും, എല്ലാവരും വാച്ച് ചെയ്യണം. ഫറൂന് അത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ പിന്നെയും
രണ്ടെണ്ണം കൂടി ട്രൈ ചെയ്യുന്നു. കിസ്മിസ് ഉള്ളത് വേണോ? രണ്ടെണ്ണം കൂടി എടുക്കാന്ന് വിചാരിച്ചു. വലുത് നോക്കി എടുത്തോ. ഇവിടെ വലുതൊന്നും കാണുന്നില്ല. നിങ്ങളെ എവിടെയും കാണുന്നില്ല. ഈ അടിച്ചിടല്ല അതൊന്നും. രണ്ട് മതിയില്ലേ? രണ്ടെണ്ണം കൂടി എടുക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഉണ്ട് ഞാൻ കുറച്ച് പേസ്ട്രീസ് ഒക്കെ കണ്ടു. നല്ല മുഞ്ചിട്ട് കാണാം. എന്താ മുഞ്ച്. അപ്പം നമ്മൾ എനിക്കിത് ട്രൈ ചെയ്യാൻ ഇത് ഞാൻ ട്രൈ ചെയ്യാൻ വാങ്ങി ഈ സാധനം. ഇതെന്താ ഉള്ളിൽ? ഇത് വൈറ്റ് ഫോറസ്റ്റ് ആണ്. ഇത് ബട്ടറാ തോന്നുന്നു, ചോക്ലേറ്റ്. അപ്പോൾ ഒന്ന് ഞാൻ ട്രൈ ചെയ്യാൻ വാങ്ങി. ഫറോൻ ഇതും വാങ്ങി. ഇതിനാണ് റേസിംഗ് റോൾ എന്നാണ് പറയാം. റേസിൻസ് റോൾ. കുറച്ചും കൂടി മൊഞ്ചുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ക്രീം ചീസ് കേക്കൊക്കെ ഉണ്ട്. ഹണി കേക്ക് അത് കിട്ടിയോ? അതും കൂടി കിട്ടി. ഇത് ഈ റോൾ ഉണ്ടാക്കുന്ന കണ്ടോ, അട്ടിക്കട്ടിക്ക് ഉണ്ടാക്കിയിടുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. വീട്ടിലെത്താൻ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനിപ്പം തന്നെ ട്രൈ ചെയ്യുവാണ്. സ്പഞ്ചും ക്രീമും കോഫിയും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ മേലിൽ ഇവർ അത്ര കോഫി ഇടണ്ടായിരുന്നു. ഇപ്പം കഴിച്ച സാധനം പൊളി സാധനം. ഇനി ഇടുന്ന ചിലപ്പോൾ ബാക്കിയുള്ള പേസ്ട്രീസും കൂടി വാങ്ങേണ്ടി വരും. അതുകൊണ്ട് എന്നെ പിടിച്ച് കൊണ്ടുപോവുക ചെയ്യുന്നത് അങ്ങോട്ടേക്ക്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി സെൻട്രൽ പോയിന്റിലേക്ക് ഒന്ന് പോകണം, ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെൻട്രൽ പോയിന്റിലേക്ക് പോവാം. അത് കണ്ടോ, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് ഓടി പോകുന്നത് ബിറ്റടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ പോയിന്റിലെത്തുന്നുണ്ട്, സെൻട്രൽ പോയിന്റ്. ഇവിടെ കയറി ഇനി വെറുതെ കയറലാണോ നോക്കാം. ഡ്രസ്സെല്ലാം നോക്കി, പക്ഷെ എനിക്കൊന്നും അങ്ങോട്ടങ്ങ് കണ്ണിന് പിടിക്കുന്നില്ല. രണ്ടെണ്ണം ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് ട്രയൽ ചെയ്ത് നോക്കട്ടെ. പക്ഷെ എനിക്ക് എന്തോ ഒരു തൃപ്തിക്കുറവ്, ഒരു സെലക്ഷൻ കുറവ് പോലെ. സാധാരണ പെരുന്നാക്കിൽ അങ്ങനെ വരുമ്പോൾ കുറേ ടൊപ്പ്, പിന്നെ വാരി വലിച്ചിട്ടിട്ട് അതിൽ നിന്ന് പരുത്തി പിടിക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്നറിയില്ല അങ്ങനെ. പക്ഷെ എനിക്കിപ്പോൾ എന്തോ ഒരു തൃപ്തി കുറവ്. പക്ഷെ ഞാനൊരു പാൻറ്റ് നോക്കി വെച്ചിട്ടുണ്ട്, പാൻറ്റും ടോപ്പും. ഇത് രണ്ടും ട്രയൽ ചെയ്ത് നോക്കട്ടെ. ഇഷ്ടമായിനെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ പോകും. പിന്നെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയിട്ട് പുറത്തിറങ്ങണമല്ലോ, അതിനിങ്ങനെ വരുന്നതാണ്. ഇത് ദീദിക്ക് നല്ല ഉണ്ടാവും. ഭയങ്കര സാധനങ്ങൾ കുറഞ്ഞതുപോലെ ഉണ്ട്. ഇതിൻ്റെ പുറത്തെല്ലാം കുറേ ആളെ, ഫുള്ള് മാളിൽ കുറേ ആളുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ കുറച്ച് ആൾക്കാർ മാത്രം. അതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്കൊരു എന്തോ ഒരു സ്പേസ് കുറേ കൂടുതലുണ്ട്. പക്ഷെ സാധനം കുറച്ചുള്ളത് പോലെ എനിക്ക് തോന്നുക. എനിക്കൊന്നും കണ്ണിനങ്ങ് ക്ലിക്കാവുന്നില്ല. ഞാൻ ഇതൊന്ന് ട്രയൽ ചെയ്ത് നോക്കട്ടെ. അങ്ങനെ സെൻട്രൽ പോയിന്റ് നോക്കി ഇറങ്ങി. അവിടെ ഒന്നും പിടിച്ചില്ല എനിക്കെന്തോ കണ്ണിന് പിടിച്ചില്ല ഡ്രസ്സൊന്നും. അപ്പം പിന്നെ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് ഇപ്പം ഇറങ്ങി. നേരെ നമുക്ക് വീട്ടിൽ പോകണം. ഇന്നത്തെ ഓൾമോസ്റ്റ് സമയമായിട്ടുണ്ട്, രാത്രിയായി. ഇനി ഇവിടെ നിന്ന് നിസ്കരിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകും. അതിൻ്റെ നടുക്ക് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടിനെങ്കിലും അവിടെ കയറും. നടന്ന് മാക്സും കൂടി എത്തിയിട്ടുണ്ട്. മാക്സിലും കയറി. മാക്സിലും പ്രത്യേകിച്ചൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത് ഇപ്പം. ഇനി ബസ് വന്നിട്ട് വേണം റൂമിൽ പോകാൻ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.